യുദ്ധത്തിൽ പരിക്കേറ്റ പലസ്തീനികളെ ചികിത്സിക്കുന്നതിനായി യുഎഇയിൽ നിന്നുള്ള മെഡിക്കൽ വളണ്ടിയർമാരുടെ 4ാമത്തെ സംഘവും ഗാസയിലെത്തി. യുഎഇയുടെ നേതൃത്വത്തിൽ ഗാസയിൽ പ്രവർത്തിക്കുന്ന ഫീൽഡ് ആശുപത്രിയിലാകും ഇവർ സേവനമനുഷ്ഠിക്കുക. ആശുപത്രിയിൽ വേഗത്തിലുള്ളതും മികച്ചതുമായ ചികിത്സ ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായാണ് കൂടുതൽ വളണ്ടിയർമാരെ യുഎഇ ഭരണകൂടം ഗാസയിലേക്ക് അയച്ചത്. ഫീൽഡ് ആശുപത്രി സ്ഥാപിച്ചതിന് ശേഷം യുഎഇയിൽ നിന്നുള്ള മെഡിക്കൽ വോളണ്ടിയർമാരുടെ 4ാമത്തെ സംഘമാണ് ഗാസയിലെത്തുന്നത്. 7 പേരടങ്ങുന്ന സംഘം ഫീൽഡ് ആശുപത്രിയിലെ ഡോക്ടർമാർക്കും നഴ്സുമാർക്കും ഒപ്പം ചേർന്ന് പ്രവർത്തിക്കും. ഈ ആഴ്ചയുടെ തുടക്കത്തിൽ 9 പേരടങ്ങുന്ന വോളണ്ടിയർ സംഘത്തെ യുഎഇ ഗാസയിലേക്ക് അയച്ചിരുന്നു. ഇതോടെ ഗാസയിലേക്ക് പോയ മെഡിക്കൽ വോളണ്ടിയർമാരുടെ എണ്ണം 35ആയി. കഴിഞ്ഞ 2 ആഴ്ചയ്ക്കുള്ളിൽ 443 രോഗികൾക്ക് ഫീൽഡ് ആശുപത്രിയിൽ ചികിത്സ ലഭ്യമാക്കിയതായി യുഎഇ വ്യക്തമാക്കി. യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന്റെ നിർദ്ദേശപ്രകാരം ആരംഭിച്ച ഗാലന്റ് 3 സംരംഭത്തിന്റെ ഭാഗമായി ഡിസംബർ 2 ഗാസ മുനമ്പിൽ ഫീൽഡ് ആശുപത്രി സ്ഥാപിച്ചത്. ഓപ്പറേഷൻ തിയേറ്റർ ഉൾപ്പെടെ അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ ഫീൽഡ് ആശുപത്രിയിൽ ലഭ്യമാണ്. യുദ്ധത്തിൽ പരിക്കേറ്റ പലസ്തീനികളെ യുഎഇയിൽ എത്തിച്ചും ചികിത്സ ലഭ്യമാക്കുന്നുണ്ട്. ഗാസയിൽ നിന്നുള്ള രോഗികളും കൂട്ടിരിപ്പുകാരുമായി 6ാമത്തെ പ്രത്യേക വിമാനം കഴിഞ്ഞയാഴ്ച അബുദാബിയിലെത്തിയിരുന്നു. റിപ്പോർട്ടർ, ദുബായ്.